നെഫ്സും തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം നമ്മളിൽ നെഫ്സും അമ്മാറത്തും ബിസ്സു ആണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ നെഫ്സുൽ ലവ്വാമയാണ് ഒരു മനുഷ്യനിൽ പിന്നെ രൂപപ്പെടുന്നത്. ഇതിന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ്. പിന്നീട് ഇവനിൽ രൂപപ്പെടുന്നത് നഫ്സുൽ മുൽഹിമയാണ്, ഇൽഹാമ് കൊടുക്കുന്നത്. പിന്നെ നഫ്സുൽ മുത്മയിന്ന, പിന്നെ അവിടുന്ന് പോയാൽ നഫ്സുൽ റാളിയത്താണ് വരുന്നത്. നഫ്സുൽ റാളിയത്ത് കഴിഞ്ഞാൽ പിന്നെ നഫ്സുൽ മർലിയ, നഫ്സുൽ മർലിയത്തും കഴിഞ്ഞിട്ടാണ് നഫ്സുൽ നഖിയ, പരിശുദ്ധമായ നഖിയായ വളരെ പ്രഹൂറായ. നഖി എന്ന് പറഞ്ഞാൽ ഒരാൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു, അവർക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളും. നഖി എന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് ഗുണങ്ങളിൽ നിന്നും പരിശുദ്ധമായ മനസ്സ്, അതാണ് നഫ്സ് ഏറ്റവും ടോപ്പ് അവസ്ഥ. അപ്പൊ നഫ്സ് ലവ്വാമയിൽ നിന്ന് തുടങ്ങി, അമ്മാറത്തിൽ നിന്ന് തുടങ്ങി, ലവ്വാമയിൽ നിന്ന്, മുൽഹിമയിൽ നിന്ന്, മുത്തുമയിൽ നിന്ന്, റാളിയത്തിൽ നിന്ന്, മർലിയത്തിൽ നിന്ന്, നഖിയത്ത്. ഇത് ഒരു മനുഷ്യന്റെ പടിപടിയായിട്ടുള്ള ഇത് വളർച്ചയാണ്. അതന്നെ ഞാൻ പറഞ്ഞല്ലോ, കിസ്അത്തു റഹത്തുണ്ട്, ഖുർആൻ വിശദീകരിച്ചതാണ്. 9 നെഗറ്റീവുകളാണ്. 9 എന്നല്ല അതിന്റെ കേട്ടോ, നമ്പറല്ല. കിസ്അത്തു റഹത്ത് എന്നുള്ളത്, റഹത്ത് എന്നുള്ളതിന് തിരിച്ചു വായിച്ചാൽ സഹറ എന്നാണ്, അല്ലെ? റഹത്ത എന്നുള്ളതിനും തിരിച്ചു വായിച്ചാൽ സഹറ എന്നാണ്, പരിശുദ്ധമായത് എന്നാണ്. അപ്പൊ റഹത്താന്ന് പറഞ്ഞാൽ മലിനമായത് എന്നാണ്. ഈ മലിനമായത് സംഘങ്ങൾ ഏതൊക്കെയാണ്? ഇബ്നു നൂഹ് ഒന്ന്, ഇബ്നു ലൂത്ത് അല്ല ഇമ്രഅത്ത് ലൂത്ത്, പിന്നെ അവിടുന്ന് ഇവിടെ പോലെയാണ് 9 ആളാണ്. ഇമ്രഅത്ത് നൂഹ്, അവിടുന്ന് പോന്നിട്ട് പിന്നെ ഹാറൂന്, കാമാന്, ഫിറൗന്, ഇങ്ങനെ 9 ആളുകളാണ് ആ ഇബ്നു റഹത്തായിട്ട് നിലകൊള്ളുന്നത്. അല്ല, റഹത്തായിട്ട് എന്നാണ് 9 അല്ല, എന്ന് അവരവരുടെ മലിനതയെ വികസിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. വസ്യ എന്ന് പറഞ്ഞാൽ വിശാലമാക്കിയതാണ്. അതിലാണ് കസ എന്നാണ് ഇത്തിസായ, വിശാലത. അപ്പോ അവരുടെ നെഗറ്റീവിസം, അതായത് നമ്മളിലെ ദുർഗുണങ്ങളെ ദുഷിച്ച, പക ഒന്ന് ദുഷിച്ചതാണ്, വിദ്വേഷം ഒരു ദുഷിച്ചതാണ്. ഇതൊക്കെ ആല് ഫിറൗനാണ്. അതൊക്കെ ഞാൻ സൂചിപ്പിച്ചത്, ഇനി അത് ആവർത്തിക്കുന്നില്ല. ആല് ഫിറൗൻ ആരൊക്കെയെന്ന് ചോദിക്കണ്ട. ഇനി ഫിറൗന്റെ പിന്നെ കുടുംബക്കാര്, അദാവത്ത്, ശത്രുത, പകലാവ്, വിദ്വേഷം, ഹിക്കിത്, പക, മക്കറ്, കുതന്ത്രം, ഇങ്ങനെ പല ഇജ്ജത്ത്, കിബറ്, ഇങ്ങനെ പല ദുർഗുണങ്ങളും മനുഷ്യനിലുണ്ട്. ഈ ഗുണങ്ങളെ ആണ് അവിടെ കിസ്അത്തു റഹത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവർ വികസിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത് ഒരു ചെയിനാണ്, ചെയിനായിട്ട് പോരുകയാണ്. ആദമു ഹുബൂത്തായി, ആദമു ജന്നത്തിൽ നിന്ന് പുറത്തായി ഹുബൂത്തായിട്ട് പുറത്താവുന്നു. ഇബ്ലീസാകട്ടെ, ഇബ്ലീസ് നേരെ വിപരീതമാണ്. അത് പിന്നെ സൂചിപ്പിക്കും. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരിക. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കൽ ഇബ്രാഹിം അള്ളാഹുവിലേക്ക് പോവുകയാണ്, അല്ലെ? പിന്നെ സാഹിബുൻ ഇലാ റബ്ബി,